ഗോഡ്സില്ല ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ മൂന്നാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ ഒന്നും രണ്ടും ഇഷ്യൂസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് പോകാം. എർത്തിൽ ലാറ്റ്ബെറി എന്ന സ്ഥലത്തെ അധിപനായ ഡോക്ടർ ഡൂം തന്റെ കാസിലിൽ നിന്ന് ഒരു വലിയ പടുകൂറ്റൻ ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ എർത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗോഡ്സില്ല എന്ന കൈജുവിന്റെ ആക്രമണങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഷിയാർ എന്ന എംപയർ നശിക്കപ്പെടുന്നതിന് മുൻപേ അവിടെ നിന്നും ഒരു ഡിസ്ട്രസ് കോള് എർത്തിലേക്ക് എത്തിയിരുന്നു. എർത്തിൽ നിന്നെത്തിയ പവർഫുൾ മോൺസ്റ്ററായ ഗോഡ്സില്ല കോസ്മോസിനെ ആക്രമിച്ചിരിക്കുന്നു. ഗോഡ്സില്ലയെ എതിർക്കാൻ ആസ്ഗാർഡ് തയ്യാറായിരിക്കുകയാണ്. ഗോഡ്സില്ലയോട് പോരാടാൻ കഴിയുന്നവരെയെല്ലാം റെയിൻബോ ബ്രിഡ്ജിലൂടെ അവർ സമ്മൺ ചെയ്യുകയാണ്. ഗോഡ്സില്ല എന്ന മോൺസ്റ്ററിനെ കൈകാര്യം ചെയ്യാൻ ദ സ്മാർട്ടസ്റ്റ് മാൻ എലൈവ് എന്നറിയപ്പെടുന്ന റീഡ് റിച്ചാർഡ്സിന് പോലും സാധിച്ചില്ല. റീഡ് റിച്ചാർഡ്സിനെ കൊണ്ട് സാധിക്കാത്തത് ഡോക്ടർ ഡൂം ചെയ്യാൻ പോവുകയാണ്. അതിന് ഇതിലും മികച്ച ഒരു സമയം ഇനി വരാനില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഡൂം സ്പേസിലേക്ക് പോകുന്നതിന് മുന്നേ ടിബറ്റിലേക്ക് പോവുകയാണ്. ഗോഡ്സില്ല ഗലാക്ടസിനെ വീഴ്ത്തിയിരിക്കുന്നു. ഗോഡ്സില്ല ഇപ്പോൾ എക്കാലത്തെക്കാളും ശക്തനാണ്. കാരണം ഗോഡ്സില്ലയുടെ ഉള്ളിൽ ഇപ്പോൾ പവർ കോസ്മിക് ഉണ്ട്. ഗോഡ്സില്ല അവന്റെ ഡൊമൈൻ വീണ്ടെടുക്കുന്നതുവരെ അവന്റെ പോരാട്ടം തുടരും. ഗോഡ്സില്ലയെ തടയാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ ഡൂം ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ എർത്തിന്റെ മേൽ ഉറപ്പായിട്ടും ഗോഡ്സില്ല പ്രതികാരം ചെയ്യും. ഗോഡ്സില്ലയെ തടയാൻ എന്തോ ഒന്ന് ഡോക്ടർ ഡൂം കണ്ടുവച്ചിട്ടുണ്ട്. അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാകണം ഡോക്ടർ ഡൂം ടിബറ്റിലേക്ക് പോകുന്നത്. ഇതേ സമയത്ത് ആസ്ഗാർഡിൽ 9 റെലംസിലെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഹെയിംഡാല് ഗോഡ്സില്ലയുടെ ആസ്ഗാർഡിലേക്കുള്ള വരവ് തന്റെ കണ്ണിലൂടെ കാണുകയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തരായ ബീയിങ്സിനോടൊപ്പം അല്ല, അവരെയെല്ലാം നയിച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ തന്നെ സാക്ഷാൽ ഗോഡ് ഓഫ് തണ്ടറായ തോറ് നിൽപ്പുണ്ട്. ആ കൂട്ടത്തിലേക്ക് തോറിനോടൊപ്പം പോരാടാൻ ഒരാളും കൂടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതെ, തോറ് തന്റെ സഹോദരനായി കാണുന്ന ബീറ്റാ റൈബിൽ. തോറ് തന്റെ വെപ്പണായ മ്യോൾനിയറും ബീറ്റാ റൈബില് തന്റെ വെപ്പണായ സ്റ്റോം ബ്രേക്കറും ചാർജ് ചെയ്ത് ഗോഡ്സില്ലയെ നേരിടാൻ സ്പേസിലേക്ക് പറന്നു പോവുകയാണ്. അവർ നോക്കുമ്പോൾ ആസ്ട്രോയിഡ് ബെൽറ്റുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഗോഡ്സില്ല ആസ്ഗാർഡിനെ ലക്ഷ്യമാക്കി വരുന്നതാണ് അവർ കാണുന്നത്. തോറും ബീറ്റാ റൈബിലും അവരുടെ പവർഫുൾ വെപ്പൺസ് ആയ മ്യോൾനിയറും സ്റ്റോം ബ്രേക്കറും ഗോഡ്സില്ലയ്ക്ക് നേരെ എറിഞ്ഞ് ഗോഡ്സില്ലയെ നന്നായിട്ട് വേദനിപ്പിക്കുകയാണ്. ഗോഡ്സില്ലയ്ക്ക് ഇതൊക്കെ ഒരു വേദനയാണോ? തങ്ങളുടെ വെപ്പൺസ് കൊണ്ടൊന്നും ഗോഡ്സില്ലയെ തറ പറ്റിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ തോറും ബീറ്റാ റൈബിലും അവരുടെ വെപ്പൺസ് കമ്പൈൻ ചെയ്തുള്ള ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഗോഡ്സില്ലയ്ക്ക് നേരെ അയച്ച് ഗോഡ്സില്ലയെ ആക്രമിക്കുന്നു. ഒരു ചെറിയ ലോകത്തിനെ പോലും നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ ലോകത്തിന് ശക്തിയേകാൻ സഹായിക്കുന്നത്ര എനർജിയാണ് ആ ലൈറ്റ്നിങ് സ്ട്രൈക്കിലൂടെ ഗോഡ്സില്ലയുടെ ദേഹത്തേക്ക് പതിക്കുന്നത്. എന്തായാലും ആ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഏറ്റ് ഗോഡ്സില്ല ബോധരഹിതനായി നിലം പതിക്കുകയാണ്. ഗോഡ്സില്ല പരാജയപ്പെട്ടുവെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഗോഡ്സില്ല പരാജയപ്പെട്ടിട്ടില്ല. ഇതെല്ലാം കണ്ടിട്ട് അമ്പരന്ന് നിൽക്കുന്ന ബീറ്റാ റൈബിലിനോട് ഗോഡ്സില്ലയുടെ വാല് കൊണ്ടുള്ള അടി കിട്ടാതെ സൂക്ഷിച്ചോ എന്ന് തോറ് പറഞ്ഞു തീരേണ്ട താമസം. ഗോഡ്സില്ലയുടെ വാല് കൊണ്ടുള്ള പവർഫുൾ ആയിട്ടുള്ള അറ്റാക്കിൽ തോറും ബീറ്റാ റൈബിലും മാത്രമല്ല ഒട്ടുമിക്ക സൂപ്പർ ഹീറോസ് എല്ലാവരും ദൂരേക്ക് തെറിച്ചു വീഴുകയാണ്. ഗോഡ്സില്ല ആസ്ഗാർഡിലേക്ക് വന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്നത് കണ്ടതും എക്സ്മെനും അവഞ്ചേഴ്സും ആസ്ഗാർഡിയൻസും എല്ലാം ഒന്നിച്ച് ഒരേ സമയത്ത് ഗോഡ്സില്ല എന്ന മോൺസ്റ്ററിനെ അവരുടെ എല്ലാ ശക്തിയും എടുത്ത് ആക്രമിക്കുന്നു. എന്നാൽ അധിക നേരം അവർക്ക് ഗോഡ്സില്ലയോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഗോഡ്സില്ല തന്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള അറ്റോമിക് ബ്രത്ത് ഹീറോസിന്റെ നേരെ പ്രയോഗിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജീൻ ഗ്രേ തന്റെ പവേഴ്സ് ഉപയോഗിച്ച് ഗോഡ്സില്ലയുടെ അറ്റോമിക് ബ്രത്തിനെ തടയാൻ ഒരു ഷീൽഡ് നിർമ്മിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റ് ആണ് ജീൻ ഗ്രേ. ആ സമയത്ത് ജീൻ ഗ്രേ ഷീൽഡ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒട്ടുമിക്ക സൂപ്പർ ഹീറോസ് എല്ലാവരും തൽക്ഷണം മരണപ്പെട്ടേനെ. ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ള് വിചാരിക്കുന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മൈറ്റിയസ്റ്റ് ഹീറോസ് എല്ലാവരും ഗോഡ്സില്ലയോട് പോരാടുന്ന സമയത്ത് നള്ള് നേരെ പോകുന്നത് സാക്ഷാൽ വേൾഡ് ട്രീയുടെ പക്കലേക്കാണ്. ഹെയിംഡാലിന്റെ കണ്ണുകൾക്ക് എല്ലാം കാണുവാൻ സാധിക്കും. അതെ, നള്ളിന്റെ പ്രസൻസ് ആസ്ഗാർഡിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഹെയിംഡാല് തന്റെ കണ്ണുകളിലൂടെ നള്ളിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് ഓഡിൻ തന്റെ പവർഫുൾ വെപ്പണായ ഗംഗിനിയറിൽ നിന്ന് പുറപ്പെടുന്ന ബ്ലാസ്റ്റ് പ്രയോഗിച്ച് ഗോഡ്സില്ലയെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഗോഡ്സില്ലയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഗോഡ്സില്ല വീണ്ടും തന്റെ വാൽ ഉപയോഗിച്ച് തന്റെ ചുറ്റും നിൽക്കുന്ന സൂപ്പർ ഹീറോസിനെ ആക്രമിക്കുകയാണ്. ഗോഡ്സില്ലയുടെ വാല് കൊണ്ടുള്ള ആക്രമണത്തിൽ തെറിച്ചു പോകുന്ന ഒരു കൂട്ടം സൂപ്പർ ഹീറോസിനെ ജീൻ ഗ്രേ രക്ഷപ്പെടുത്തി. മാത്രമല്ല മറ്റൊരു കൂട്ടം സൂപ്പർ ഹീറോസിനെ ഓൾഫാദറായ ഓഡിനും രക്ഷപ്പെടുത്തി. ഓഡിന്റെ നിർദ്ദേശപ്രകാരം ഹെലയും എൻചാൻഡ്രസും ഗോഡ്സില്ലയെ ആക്രമിക്കാൻ അവരുടെ മാജിക് പ്രയോഗിക്കുകയാണ്.
എന്നാൽ ഗോഡ്സിലെ തടയാനുള്ള ഹീറോസിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. എന്തായാലും ആസ്ഗാർഡിലെ റെയിൻബോ ബ്രിഡ്ജ് വരെ തകർന്നു പോകുമെന്ന് ഉറപ്പാണ്. ഇതേ സമയത്ത് വേൾഡ് ട്രീയുടെ പക്കലേക്കെത്തി ലൈഫിന്റെ എല്ലാ സോഴ്സിനെയും സെൻസ് ചെയ്ത നള്ള് തന്റെ ക്രിയേഷനായ ഗോഡിവേം എന്ന ഭീമനെ അവിടേക്ക് വരുത്തുകയാണ്. വേൾഡ് ട്രീയെ ഇൻഫെക്ട് ചെയ്ത് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് നള്ള് ഗോഡിവേമിനെ ക്രിയേറ്റ് ചെയ്തത്. പെട്ടെന്ന് തന്നെ തന്റെ പവർഫുൾ സോഡുമായിട്ട് ഇഗ്ഡ്രാസിൽ എന്ന വേൾഡ് ട്രീയെ സംരക്ഷിക്കാൻ ഹെയിംഡാൽ അവിടേക്കെത്തി. എന്തൊരു വൃത്തികെട്ട ജീവിയാണിതെന്ന് ഗോഡിവേമിനെ നോക്കി ഹെയിംഡാൽ നള്ളിനോട് പറയുമ്പോൾ, ജീവജാലങ്ങൾക്കെല്ലാമുള്ള എന്റെ സമ്മാനമാണിതെന്നും എല്ലാ ജീവജാലങ്ങളെയും ഗോഡിവേമിന്റെ സഹായത്തോടെ ഞാൻ എന്റെ നിയന്ത്രണത്തിലാക്കും, എന്നിട്ട് എല്ലാറ്റിനെയും ഞാൻ കൊല്ലും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഈ ആസ്ഗാർഡിയന് കാണിച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നള്ള് തന്റെ സിംബിയോട്ടുകളെ കൊണ്ട് ഹെയിംഡാലിനെ പിടികൂടുകയാണ്. അതെ, സിംബിയോട്ടുകൾ അവസാനം ഹെയിംഡാലിനെ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. പ്രപഞ്ചത്തിലേക്ക് ഒരു മഹത്തായ നിശബ്ദത ഞാൻ കൊണ്ടുവരും. ആ നിശബ്ദതയിലേക്ക് ഒരു ഗർജനത്തിന്റെ ശബ്ദം മാത്രമേ ഉണ്ടാവൂ. അതെ, ഗോഡ്സില്ല ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ കൈയടക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്നൊക്കെ ആസ്ഗാർഡിൽ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗോഡ്സിലെ നോക്കി നള്ള് പറയുകയാണ്. ഹീറോസിനെ എല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗോഡ്സിലെ ലക്ഷ്യമാക്കി ഗലാക്ടസിന്റെ ഹെറാൾഡായ സിൽവർ സർഫർ അതിവേഗത്തിൽ എത്തുകയും അദ്ദേഹം തന്റെ കോസ്മിക് സർഫ് ബോർഡിൽ നിന്ന് എടുത്തു ചാടുന്നതോടെ ആ കോസ്മിക് സർഫ് ബോർഡ് നേരെ ഗോഡ്സിലയുടെ നെഞ്ചിലൂടെ തുളച്ചു കയറി പോവുകയുമാണ്. സിൽവർ സർഫറിന്റെ ആസ്ഗാർഡിലേക്കുള്ള എൻട്രി കണ്ടിട്ട് ആസ്ഗാർഡിയൻസും തോറും ഏറെ സന്തോഷിച്ചു. ഗോഡ്സിലെ തന്റെ പവേഴ്സ് പ്രയോഗിച്ച് ആക്രമിക്കുന്ന സമയത്തും തന്റെ മാസ്റ്ററായ ഗലാക്ടസ് എവിടെയായിരിക്കുമെന്നും ഗോഡ്സിലക്ക് എങ്ങനെയാണ് പവർ കോസ്മിക് ലഭിച്ചതെന്നും സിൽവർ സർഫർ ആലോചിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഗോഡ്സില തന്റെ കയ്യിലേക്ക് സിൽവർ സർഫറിനെ പിടികൂടിയിട്ട് സിൽവർ സർഫറിനെ ഞെരിച്ചു കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ ഓൾഫാദറായ ഓഡിൻ കാസ്കറ്റ് ഓഫ് ദി ഏൻഷ്യന്റ് വിൻഡേഴ്സ് അവിടേക്ക് കൊണ്ടുവന്നിട്ട് ഗോഡ്സിലക്ക് നേരെ അങ്ങോട്ട് തുറന്നു വിടുകയാണ്. ഓഡിൻ തുറന്നു വിട്ടത് അതിശക്തമായ വിന്ററിനെയാണ്. എൻറ്റയർ പ്ലാനറ്റുകളെയും തണുപ്പിച്ച് മരവിപ്പിക്കാൻ സാധിക്കുന്ന മാസീവായിട്ടുള്ള സ്നോ സ്റ്റോമുകളാണ് കാസ്കറ്റ് ഓഫ് ദി ഏൻഷ്യന്റ് വിന്ററിൽ ഉള്ളത്. തന്റെ മാസ്റ്ററായ ഗലാക്ടസിനെ ഓവർകെയിം ചെയ്താണ് ഗോഡ്സിലയ്ക്ക് പവർ കോസ്മിക് ലഭിച്ചതെന്ന് മനസ്സിലാക്കിയ സിൽവർ സർഫർ നന്നായിട്ടൊന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ സിൽവർ സർഫർ ഗോഡ്സിലയുടെ പിടിവിട്ടിട്ട് തന്റെ കോസ്മിക് സർഫ് ബോർഡിനെ കൺട്രോൾ ചെയ്ത് ഗോഡ്സിലയുടെ വായ അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഗോഡ്സിലയുടെ വായിൽ സ്റ്റക്ക് ആക്കി വെക്കുന്നു. എന്നിട്ട് തന്റെ മാസ്റ്ററായ ഗലാക്ടസിന്റെ പക്കൽ നിന്നും ഗോഡ്സിലയ്ക്ക് ലഭിച്ച പവർ കോസ്മിക്കിനെ എല്ലാം സിൽവർ സർഫർ വീണ്ടെടുക്കുകയാണ്. ഓഡിൻ വീണ്ടും വളരെ ശക്തമായിട്ട് കാസ്കറ്റ് ഓഫ് ദി ഏൻഷ്യന്റ് വിന്റർ ഗോഡ്സിലയ്ക്ക് നേരെ അയക്കുന്നതോടെ ഒന്നനങ്ങാൻ സാധിക്കാത്ത വിധം ഗോഡ്സില ഐസ് കട്ടയായിട്ട് ഫ്രീസ് ആയി പോകുന്നു. അപ്പോഴാണ് റീഡ് റിച്ചാർഡ്സിന്റെ ഒരു ഡിസ്ട്രസ് കോള് സിൽവർ സർഫർ കേൾക്കുന്നത്. ദ ഫാന്റാസ്റ്റിക് ഫോർ സിൽവർ സർഫറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നീ ഞങ്ങളുടെ പക്കലേക്ക് എത്തണം. ഗലാക്ടസ് ഞങ്ങളോടൊപ്പമുണ്ട്. ഗലാക്ടസിനെ ഇപ്പോൾ സേവ് ചെയ്യാൻ നിനക്കേ സാധിക്കൂ. അദ്ദേഹം യൂണിവേഴ്സിന്റെ എക്കോ സിസ്റ്റത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഗലാക്ടസിനെ രക്ഷിച്ചേ പറ്റൂ. അദ്ദേഹത്തിന് ഇപ്പോൾ പവർ കോസ്മിക് അത്യാവശ്യമാണെന്നൊക്കെയാണ് റീഡ് റിച്ചാർഡ്സ് ഡിസ്ട്രസ് കോളിൽ സിൽവർ സർഫറിനോട് പറഞ്ഞത്. താൻ ഇപ്പോൾ ഒരുപാട് ഗാലക്സികൾക്ക് അകലെയാണെന്നും വളരെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ഞാൻ അവിടേക്ക് എത്താമെന്നും പറഞ്ഞിട്ട് സിൽവർ സർഫർ ആസ്ഗാർഡിൽ നിന്ന് ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ പക്കലേക്ക് യാത്രയാവുകയാണ്. ഇഗ്ഡ്രാസിൽ എന്ന വേൾഡ് ട്രീയെ നള്ള് ഇൻഫെക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുന്നോടിയായിട്ട് ആസ്ഗാർഡിയൻസ് എല്ലാവരും തളർന്നു വീഴുകയാണ്. സാക്ഷാൽ ഓഡിന് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം ഓഡിനും മുട്ടുകൂത്തുന്നു. സിൽവർ സർഫർ ആണെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോറിന്റെ പക്കലേക്ക് അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗലാക്ടസിനെ സ്റ്റേബിൾ ആക്കി നിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റീഡ് റിച്ചാർഡ്സ്. താനും സിൽവർ സർഫറും കൂടെ ഗലാക്ടസിന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം. നിങ്ങളിപ്പോൾ ആസ്ഗാർഡിലേക്ക് പോയിട്ട് ആസ്ഗാർഡിയൻസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കൂ എന്നും അത്യാവശ്യമായിട്ട് ഗോഡ്സിലെ പറ്റി ഡോക്ടർ സ്ട്രേഞ്ചിനോടും ഡോക്ടർ ഡൂമിനോടും തനിക്ക് സംസാരിക്കണമെന്നും അത് അവരെ അറിയിക്കണമെന്നും റീഡ് റിച്ചാർഡ്സ് മറ്റ് ഫാന്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സിനോട് പറയുന്നു. അങ്ങനെ ദ ഫാന്റാസ്റ്റിക് ഫോർ ആസ്ഗാർഡിലേക്ക് യാത്രയാവുകയാണ്. ഇതേ സമയത്ത് ആസ്ഗാർഡിൽ എർത്തിന്റെ മേലുള്ള ആധിപത്യം നിന്റെ ജന്മാവകാശമാണ് ഗോഡ്സില്ല. ഐസിൽ മൂടപ്പെട്ട് ഇങ്ങനെ ഉറങ്ങിയാൽ മതിയോ? എന്റെ സിംബിയോട്ടുകളുടെ സഹായത്തോടെ ഞാൻ നിന്നെ ഭൂമിയിലേക്ക് എത്തിക്കട്ടെ എന്നൊക്കെ നള്ള് ഐസിൽ മൂടപ്പെട്ട് കിടക്കുന്ന ഗോഡ്സിലെ നോക്കി പറയുകയാണ്. അതേ സമയത്ത് എർത്തിൽ ഏഷ്യയിലെ വളരെ സീക്രട്ട് ആയിട്ടുള്ള പർവ്വത നിരകളിലേക്ക് യാത്ര ചെയ്തു പോവുകയാണ് ഡോക്ടർ ഡൂം. ഡോക്ടർ ഡൂം ചെന്നെത്തിയത് ടിബറ്റിലെ ഒരു സീക്രട്ട് ടെമ്പിളിലാണ്. ഡോക്ടർ ഡൂം തേടിപ്പോയത് മറ്റാരെയും ആയിരുന്നില്ല, ഡോക്ടർ സ്ട്രേഞ്ചിനെ മിസ്റ്റിക് ആർട്സും മാജിക്കും ഒക്കെ പഠിപ്പിച്ച ഏൻഷ്യന്റ് വണ്ണിനെ കാണാൻ വേണ്ടിയായിരുന്നു.
ഗോഡ്സില്ല എന്ന മോൺസ്റ്ററിനെ പറ്റി അറിയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഏൻഷ്യന്റ് വണ്ണിൽ നിന്ന് ഡോക്ടർ ഡൂം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഏൻഷ്യന്റ് വണ്ണ് ഗോഡ്സിലെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതായത് എന്താണോ ഗോഡ്സിലെ കൊല്ലാത്തത് അതാണ് ഗോഡ്സിലെ കൂടുതൽ ശക്തമാക്കുന്നതെന്ന്. മിലിറ്ററിയുടെ ടെക്നോളജി വെച്ചും മാജിക് പ്രയോഗിച്ചും മാത്രമല്ല ഇപ്പോൾ കോസ്മിക് എനർജി വരെ പ്രയോഗിച്ചും ഗോഡ്സിലെ ആക്രമിച്ചു. എന്നാൽ ഗോഡ്സിലെ കൂടുതൽ ശക്തനാവുകയാണ് ചെയ്തത്. നമ്മുടെ ഓരോ പ്രഹരവും ഗോഡ്സിലെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുകയാണ് എന്നൊക്കെ ഡോക്ടർ ഡൂം പറയുമ്പോൾ നീല കളറിൽ നിന്ന് ചുവന്ന കളറിലേക്ക് ഏൻഷ്യന്റ് വണ്ണിന് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഡോക്ടർ ഡൂമിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതെ, നള്ള് ഏൻഷ്യന്റ് വണ്ണിന്റെ സോളിനെ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. നള്ളിന്റെ ഇൻഫെക്ഷൻ ആസ്ഗാർഡിന്റെ മാജിക്കിനെ ബാധിച്ചിരിക്കുകയാണ്. നമ്മൾ തോൽക്കുകയാണെന്ന് മാത്രം ഏൻഷ്യന്റ് വണ്ണ് പറയുന്നതോടെ ഗോഡ്സില്ല ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ മൂന്നാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. വേൾഡ് ട്രീയെ ടേക്ക് ഓവർ ചെയ്ത് യൂണിവേഴ്സിലെ എല്ലാ ബീയിങ്സിനെയും നള്ള് ഇൻഫെക്റ്റ് ചെയ്യുകയാണ്. ആസ്ഗാർഡിനെ നള്ള് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. ഡോക്ടർ ഡൂം ഇനി എന്താകാം ചെയ്യാൻ പോകുന്നത്? ഓഡിനോ സിൽവർ സർഫറിനോ മറ്റ് മാർവൽ ഹീറോസിനോ ഗോഡ്സില്ലയെ തടയാൻ സാധിച്ചില്ല. ഇനി ആകെ പ്രതീക്ഷ ഡോക്ടർ ഡൂമിലാണ്. ഗോഡ്സില്ലയും നള്ളിനെയും തടയാൻ ഡോക്ടർ ഡൂം എന്തൊക്കെയാകാം പ്ലാൻ ചെയ്യുന്നതെന്ന് അടുത്ത ഇഷ്യൂവിൽ കണ്ടറിയാം.